രണ്ടുപേർക്കും പെട്ടെന്നൊരു ചെടിപ്രാന്ത് കയറി നേരെ ദേ വന്നതാണ് സീവുഡ്സ് മോളിൽ കുറച്ച് ചെടി നോക്കാൻ വേണ്ടി. ചെടിയെ പറ്റി രണ്ടുപേർക്കും യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്ന് കണ്ടപ്പോൾ നല്ല വില കേട്ടോ ഓരോ ചെടികൾക്കും. പക്ഷേ അതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നോക്കി വിലയൊക്കെ കേട്ടപ്പോൾ ഏകദേശം തല കറങ്ങി ഇതേ നമ്മൾ സീവുഡ്സ് മോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ദുബായിൽ ഭയങ്കര വൈറലായിട്ടുള്ള പിസ്താഷ്യോ കുനാഫ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ വിടാതിരിക്കുക. അപ്പോൾ ഇവിടുന്ന് അത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അതിനും ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം കുട്ടിക്ക് എന്തൊക്കെയോ കഴിക്കണം എന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും പേരിന് വന്നത് ചെടി നോക്കാൻ. പക്ഷേ ചെടി നോക്കലൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ പിസ്താച്ചിയോ കുനാഫ ഒരു 100 ഗ്രാമേ വാങ്ങിയില്ല. 100 ഗ്രാമിന് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത്ര വൈറലായി ടേസ്റ്റ് നോക്കിയപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുനാഫ ഇഷ്ടമുള്ളവർക്കും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കും ആഹാ എന്ന് തോന്നും. അതൊന്നും വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇതാണോ പോന്ന് തോന്നും. പക്ഷേ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുട്ടി ടാക്കോ ബെല്ലിൽ വന്നിട്ട് അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ടൊരു ഡയറ്റ് തുടങ്ങിയ സമയമായിരുന്നു. പിസ്താഷ്യോ കുനാഫ എന്ന് പറഞ്ഞാൽ അത് ഡയറ്റിൽ അങ്ങനെ പെടുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. അങ്ങനെ ഇതല്ലട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിച്ചില്ല. ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ ദഹി വടയും അതുപോലെ സാൻഡ്വിച്ച്, ഈ മുംബൈയിൽ വന്നതിൻ്റെ ശേഷം ഇഷ്ടപ്പെടാൻ തുടങ്ങിയൊരു സാധനമാണ് സാൻഡ്വിച്ച്. അതുവരെ എനിക്ക് സാൻഡ്വിച്ച് ഇഷ്ടമായിരുന്നില്ല. വെറുതെ ഒരു കുക്കുമ്പറും തക്കാളിയും വെച്ചാൽ പോലും മുംബൈ സാൻഡ്വിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വേറെ ഒരു പണിയുമില്ലാതെ തേരാപ്പാര നടന്ന് വീട്ടിലേക്ക്